ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് മാധ്യമങ്ങളെല്ലാം കൊടുക്കുന്നത് വാർ ക്യാൻ റെസ്യൂം എനി ടൈം എന്നുള്ളതാണ്. യുദ്ധം ഏത് നിമിഷവും പുനരാരംഭിക്കാം എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US-ഇറാൻ യുദ്ധവാർത്തകളുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇറാനെതിരെ ഒരു ഫ്രഷ് സ്ട്രൈക്ക് രൂപീകരിക്കാനായിട്ട് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. US-ഉം ഇറാനും തമ്മിലുള്ള കരാർ ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന ഒരു ഭാഗം ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആ ഒരു സൈഡിൽ നടക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ arrived in Tehran on Friday for a key visit aimed at accelerating efforts to secure a deal between the United States and Iran to end the conflict in the region എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നതിന് പിന്നാലെയാണ് ഇപ്പോ യുദ്ധം വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നു. അങ്ങനെ പുനരാരംഭിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി ഇപ്പോൾ ഉള്ളതിൽ നിന്നും വളരെ രൂക്ഷമായി മുന്നിലേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വ്യോമ പാതകളും വ്യോമാതിർത്തികളും അടച്ചു കഴിഞ്ഞു, പുതിയ സൈന്യങ്ങളും ട്രൂപ്പുകളെയും വിന്യസിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇത് എപ്പോഴും പറയുന്നത് പോലെയാണോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ കാര്യമാണ്, നമുക്ക് പറയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇത് ഒരു വലിയ യുദ്ധത്തിനുള്ള സന്നാഹമാണ് എന്നാണ് വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പിന്നീട്? ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി യുദ്ധം ഉണ്ടായാൽ അത് പഴയതുപോലെ ആയിരിക്കില്ല, അത് GCC രാജ്യങ്ങളിൽ നിൽക്കില്ല, പുറമേയുള്ള രാജ്യങ്ങളിലേക്കും ആക്രമണം ഞങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ യുദ്ധമായി പരിണമിക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് ലോകത്തിന്റെ അവസ്ഥ ബിജുചേട്ടാ? കഴിഞ്ഞ ദിവസം CNN ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കാരണം ഏപ്രിൽ ആദ്യവാരത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു 6 ആഴ്ചത്തെ വെടിനിർത്തൽ പറഞ്ഞത്. പക്ഷേ ഈ വെടിനിർത്തൽ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുണപ്പെട്ടത് ഇറാനാണെന്ന് പറയേണ്ടി വരും. അവരവരുടെ നശിച്ചുപോയ വ്യോമത്താവളങ്ങളും ഈ മിസൈൽ ലോഞ്ചിങ് പാടുകളുമൊക്കെ പുനർനിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ആ റിപ്പോർട്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഇറാന് ഈ സമാധാനമായി മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല, പകരം അവർ യുദ്ധസജ്ജമാണ്. അതുകൊണ്ടാണ് അവർ അടിക്കടി പറയുന്നത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്ന അവർ ഇത്ര ചങ്കുറപ്പോടെ പറയാൻ കാരണം അവർ ഫുൾ ടൈം, നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഒരു സമാനമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ജനമാണ്, യുദ്ധസജ്ജരായി നിൽക്കുന്ന ഒരു ജനമാണ്, അല്ലെങ്കിൽ പട്ടാളക്കാരാണ് എന്ന് പറയുന്നത് പോലെ ഇവർ ഈ 6 ആഴ്ച കൊണ്ടും അതിനകത്ത് അയവ് വരുന്നില്ല എന്ന് മാത്രമല്ല ഇവർ കൂടുതൽ തയ്യാറെടുക്കുകയാണ്. അതിന് പിന്നിൽ ചൈനയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ചൈനയാണ് ഇവർക്ക് പെട്ടെന്ന് മിസൈലുകളും മറ്റും നിർമ്മിക്കാനുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുത്തത്. ഇപ്പം എത്തിക്കുന്നില്ല, കാരണം ഈ നാവിക ഉപരോധം വന്നതിന് ശേഷം എത്തിക്കുന്നില്ല, അതിനു മുമ്പ് അവർ എത്തിച്ചു കൊടുത്തിരുന്നു. അത് മാത്രവുമല്ല ഇറാന്റെ കയ്യിൽ ഇപ്പോഴും പകുതി കൂടുതൽ ആയുധങ്ങൾ സേഫാണ്. അതുകൊണ്ട് തന്നെ അവര് അതിനകത്ത് ഇനി ഒരു വിട്ടുവീഴ്ച അവർ ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചർച്ചകൾ നടക്കുമ്പോഴൊക്കെ ട്രംപ് മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം ഈ ആണവ നിർവ്യാപനത്തിന് വേണ്ടി അത് ഒപ്പിടണം, അതുപോലെ തന്നെ സമ്പുഷ്ട യുറേനിയം തിരിച്ചു തരണം, ഈ ഡിമാൻഡുകളാണ്. തുടക്കം മുതൽ തന്നെ ആദ്യകാലത്ത് ഇറാൻ ഇത് ജനീവയിൽ വെച്ച് നടന്ന ചർച്ചയിൽ ഇറാന് ഇത് നൽകാമെന്ന് പറഞ്ഞിരുന്നതാണ്. അതിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ട്രംപ് ആക്രമണം നടത്തി. പക്ഷെ ഇപ്പൊ ഇറാൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നല്ല. ഇപ്പൊ ഇറാൻ പറയുന്നത് എവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല, നശിക്കപ്പെട്ടുപോയിരിക്കുന്നു, ഇനി അതെങ്ങനെ ഞങ്ങൾ തരുമെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് റഷ്യക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അവർ പറഞ്ഞു ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങളൊരു ചർച്ച ചെയ്യാനേ താല്പര്യപ്പെടുന്നില്ല, പകരം ആദ്യം നിങ്ങൾ ഞങ്ങളുടെ ഉപരോധം നീക്കൂ, ഞങ്ങൾക്ക് ഹോർമുസ് ഞങ്ങളുടെ ആ അധികാരം നിങ്ങൾ അംഗീകരിക്കും, ഇങ്ങനെ കുറെ ഡിമാൻഡുകളാണ് വെക്കുന്നത്. അത് അങ്ങും ഇങ്ങും തൊടാത്ത ഡിമാൻഡുകളാണ്. ഇവിടെയാണ് ആദ്യം ഷഹബാസ് ഷെരീഫാണ് ഇറാനിലേക്ക് പോയത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ശ്രീ മുനീർ പോകുന്നത് ഷഹബാസ് ഷെരീഫ് പോകുന്നത് രണ്ട് വ്യത്യാസങ്ങളുണ്ട്. കാരണം ഷഹബാസ് ഷെരീഫ് പോകുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഇറാന്റെ ഭരണകൂടവുമായി ചർച്ച നടത്താനാണ്, പ്രത്യേകിച്ച് ഈ അരാക്ചയെ പോലെയുള്ളവരുമായൊക്കെ ചർച്ച നടത്താൻ പോകുന്നതാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇറാന് ഇപ്പോൾ പഴയ ആ ഒരു കെട്ടുറപ്പില്ല. പണ്ട് ഈ പെഷസ്കിയാനും ഒക്കെ ചർച്ച നടത്തി കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമാണെങ്കിൽ ഇന്ന് അതല്ല. ഇന്ന് അവരുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലപ്പത്തുള്ള കമാൻഡർമാരുമായി കൂടെ ചർച്ച നടത്തിയാലേ എവിടെയെങ്കിലും എത്തൂ. അതുകൊണ്ടാണ് അവരുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന മുനീറിന് രണ്ടാമത് അമേരിക്ക തന്നെ പറഞ്ഞു വിട്ടതാകണം അദ്ദേഹം രണ്ടാമത് പോകേണ്ടി വന്നത്. സാധാരണ ഈ ഒരു സൈനിക മേധാവി ഒരു സമാധാന ചർച്ചയിലെങ്കിലും ഒന്നും പങ്കെടുക്കാറില്ല ലോകത്ത്. ഇവിടെ ഈ പറയുന്ന മുനീർ അവിടെ പോയതിന്റെ കാര്യം തന്നെ ഈ കമാൻഡർമാരുമായി സംസാരിച്ച് ഒരു ധാരണയിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് പോയത്. അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും യുദ്ധത്തിന്റെ അവസ്ഥ. പക്ഷെ ഇപ്പോൾ നമുക്ക് കേൾക്കുന്ന വാർത്ത, ഇറാൻ അവരുടെ വ്യോമപാത അടച്ചിരിക്കുന്നു. വൈകാതെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങൾ, UAE അടക്കമുള്ള ചില രാജ്യങ്ങളും അത്തരത്തിലേക്ക് നീങ്ങിയേക്കാം എന്നുള്ള വാർത്തകൾ വരുന്നു. ചിലർ പറയുന്നു UAEയും ചില കടുത്ത തീരുമാനത്തിലേക്ക് പോകും, ചിലപ്പോൾ അവരുടെ ഈ താവളങ്ങളും എയർപോർട്ടുകളൊക്കെ ചിലപ്പോൾ അടച്ചിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു.
സ്ഥിരീകരണമില്ല, അങ്ങനെ വാർത്തകൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇറാൻ അവരുടെ വ്യോമപാത അടച്ചിരിക്കുന്നു. അതിനർത്ഥം ഏത് നിമിഷവും ആക്രമണം അവർ മുന്നിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങുമെങ്ങും എത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം ആദ്യം ഒരു ആക്രമണം നടത്തി, അതെങ്ങും എത്തിയില്ല, അവിടെ സ്റ്റോപ്പ് ചെയ്തു, ഒരു 6 ആഴ്ചത്തെ സമയം കൊടുത്തു. അതിനിടയിൽ ചർച്ചകൾ മുൻപോട്ട് പോകുന്നുണ്ട്, സമാധാനം ഇന്നുണ്ടാകും, സമാധാനം നാളെ അടിക്കുമെന്ന് പറയുന്നത് അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഇതിനിടയിൽ ലോകത്തുള്ള സമാധാന പ്രേമികൾ കരുതുന്നത് തിങ്കളാഴ്ചയോടുകൂടി US ഇറാൻ കരാർ നിലവിൽ വരുമെന്ന് കരുതുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളും ഉണ്ട്. പക്ഷെ അതിനകത്തൊന്നും അത്ര ഒരു വിശ്വാസ്യത നമുക്കിപ്പോൾ തോന്നുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഒരു ചുരുങ്ങിയ കാലയളവ് ഇറാൻ യുദ്ധസജ്ജമായതിനേക്കാൾ ഇരട്ടി അമേരിക്ക ആയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരവരുടെ പടക്കപ്പലുകളെല്ലാം അവിടെ എത്തിച്ചിരിക്കുന്നു. പതിവില്ലാതെ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും പടക്കപ്പൽ എത്തിയിട്ടുണ്ട് അവിടെ. അവര് എത്തിയിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ എത്തിയതാണ്. അവർ പറയുന്നത് ഈ പിന്നെ നമ്മുടെ ഹോർമുസ് കടലെടുക്ക് തുറക്കുകയാണെങ്കിൽ അവിടുന്ന് മൈൻ ഒക്കെ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഷിപ്പുകൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല. ഇന്നലെ മാർക്കോ റൂബിയോ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു അടിയന്തര യോഗം നാറ്റോടെ വിളിച്ചു കൂട്ടിയിരുന്നു. ആ അടിയന്തര യോഗം എന്തിന് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. 2 കാര്യത്തിലാണ് ആ സംശയം നിൽക്കുന്നത്. ഒന്ന്, ഉക്രൈൻ റഷ്യയ്ക്ക് മേൽ നടത്തിയ കനത്ത ആക്രമണം, അതിൽ റഷ്യ പോളണ്ടിനെ അടക്കം ആക്രമിച്ചേക്കുമോ എന്നൊരു ഭയമാകാം. അതിനേക്കാൾ ഉപരി ഒരുപക്ഷെ ഇറാനെ ഞങ്ങൾ ശക്തമായി ആക്രമിക്കുമ്പോൾ നാറ്റോയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം എന്നുള്ള ഇതിന്റെ ഒരു അടിയന്തര യോഗമാകാം ഇന്നലെ അവിടെ നടന്നത്. അതിന്റെ ഡീറ്റെയിൽസുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു അടിയന്തര യോഗം നടന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അത് അവിടെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിലെ കോഡ് സഖ്യത്തിന്റെ ഒരു യോഗം മെയ് 26 നടക്കുന്നുണ്ട്. ഇങ്ങനെ ലോകമെമ്പാടും ചില തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അമേരിക്ക സംബന്ധിച്ച് അവരും വെറുതെ ഇരുന്നില്ല ഈ കാലയളവിലൊന്നും തന്നെ. അവരവരുടെ കൂടുതൽ യുദ്ധക്കപ്പലുകൾ രംഗത്തിറക്കി കൂടുതൽ പ്ലാനിങ്ങിലേക്ക് പോവുകയാണ് ചെയ്തത്. പിന്നെ ട്രംപിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയുന്നത് എന്നൊരു കാരണം മാത്രമേ ഇതിന് കാണുന്നുള്ളൂ. അതായത് ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും പശ്ചിമേഷ്യ യുദ്ധമുഖത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇറാനിൽ നിന്നൊരു വിട്ടുവീഴ്ച മനോഭാവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനൊരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭരണകൂടം പോയിരിക്കുന്നു. അവർക്ക് ഈ ലോകത്തോട് സംസാരിക്കാനുള്ള അവർക്കൊരു ഭരണകൂടം ഉണ്ടായിരുന്നു. ഈ പെഷസ്കിയാന്റെ അരാക്ചയുടെ ഒക്കെ നേതൃത്വത്തിൽ. അതിന് നേതൃത്വം കൊടുത്തിരുന്ന ആൾ ഖമീനിയാണ്. ഖമീനി പോയതോടുകൂടി തന്നെ ഈ താഴോട്ടുള്ള ആ ഒരു മുത്തുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഭരണകൂടം വെറും ഒരു കാഴ്ചക്കാരായി നിൽക്കുകയും ഈ IRGC, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കുറച്ചുകൂടെ ശക്തമാകുകയും പവർഫുൾ ആകുകയും ചെയ്യുന്ന സമയമാണ്. ഇവിടെയാണ് മുനീർ പോകുന്നതും ചർച്ച നടത്തുന്നത്. അവിടെ എന്തെങ്കിലും ഒരു തീരുമാനമാകുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ ട്രംപ് പറയുന്നത് സർവനാശത്തിലേക്ക് ഇറാനെ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇറാൻ പറയുന്നത് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല തിരിച്ചടിക്കുക, ഞങ്ങൾ ലോകമെമ്പാടും അത് വ്യാപിപ്പിക്കുമെന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അത്തരത്തിലേക്ക് ഒരു പ്രതീതി ജനിപ്പിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ഇറാൻ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് റഷ്യയും ചൈനയുമാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു യുദ്ധം അനിവാര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തളച്ചിടാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ലോകത്തിന്റെ ശാക്തിക ചേരികൾ ഇളകി തുടങ്ങും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ അമേരിക്കയുടെ കഴിഞ്ഞ ദിവസം പുടിൻ ചൈനയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്വച്ഛാധിപത്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം അമേരിക്കയെ ട്രബിളിൽ പെടുത്തുക, ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ട്രബിൾപ്പെടുത്തുക. പക്ഷേ ഇതിനകത്ത് വലിയൊരു കാര്യം വെച്ചാൽ ലോകമെമ്പാടും ട്രബിളിലേക്ക് നീങ്ങുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇപ്പൊ തന്നെ എണ്ണയ്ക്ക് വില കൂടി, സ്വർണം ഇടിഞ്ഞു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അത് യുദ്ധം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള കാര്യമാണ്. സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറി മറിയാനും മതി. പക്ഷേ ഈ ഇന്ധന പ്രതിസന്ധി വളരെ രൂക്ഷമാകുകയാണ്. ഇന്ത്യയിലും ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഉടനെ ഒന്നും കുറയാനുള്ള സാധ്യതയില്ല. അത് കൂടിക്കൊണ്ടേ ഇരിക്കുക തന്നെ ചെയ്യും. ഈ പ്രതിസന്ധി നിൽക്കുന്നിടത്തോളം കാലം അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ അതിന്റെ ബദൽ മാർഗങ്ങളൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. 5000-ഓളം ഇപ്പോൾ ഈ പറയുന്ന എഥനോളിന്റെ പമ്പുകൾ നമ്മുടെ രാജ്യത്ത് ആകമാനം സ്ഥാപിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ ഏതാണ്ട് 200 പമ്പുകൾ ഉടനെ വരും. അങ്ങനെയൊക്കെ കൂടുതൽ നമ്മൾ അതും കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ധന പ്രതിസന്ധി വളരെ രൂക്ഷമായിരിക്കും. ഇന്ധനം കിട്ടാത്തൊരു സാഹചര്യം വരും. കാരണം ലോകത്തിന്റെ മുഴുവൻ ഇന്ധനത്തിന്റെ മെയിൻ സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, GCC കൺട്രീസ്. അത് എന്തെങ്കിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെ ആയിരിക്കും ലോകത്തിന് വരുന്നത്. കാരണം പിന്നെയുള്ള എണ്ണയുള്ള രാജ്യങ്ങളിൽ നിന്ന് എല്ലായിടത്തേക്കും എണ്ണ എത്തിക്കുക നിസ്സാര കാര്യമല്ല. ഇതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷൻ, അതിനുവേണ്ടി വരുന്ന ദിവസം, അതിനുവേണ്ടി ഒരു ചെലവ്, അത് എല്ലാവർക്കും താങ്ങാവുന്നതല്ല. പിന്നെ ഇപ്പോൾ എണ്ണയുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും സപ്ലൈ ചെയ്യാൻ മാത്രമുള്ള എണ്ണയും ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രദർശനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ക്രൂഡ് ഓയിൽ പല തരത്തിലുള്ള ക്രൂഡ് ഓയിലുകളാണ്. ആ ക്രൂഡ് ഓയിലുകൾ പ്യൂരിഫൈ ചെയ്യാനുള്ള റിഫൈനറികളുടെ കുറവ്, ഇതെല്ലാം ഉണ്ട് ഇതിൽ. ഇതെല്ലാം ബ്രിട്ടൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് പ്യൂരിഫൈ ആയിട്ടുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ അവരവരുടെ നിലപാട് മാറ്റിയില്ലേ? ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടതായിരുന്നു. ഇപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മുമ്പോട്ട് നീങ്ങണമെങ്കിൽ എണ്ണ വേണം. അങ്ങനെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വീണ്ടും യുദ്ധം വരികയാണ്. ഇത് കോവിഡിനേക്കാൾ രൂക്ഷമായ രീതിയിലുള്ള
സാമ്പത്തിക പ്രതിസന്ധി ഈ ലോകത്തിന് വരുത്തി വെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കോവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വീടുകളിൽ ഇരിക്കുക, നമ്മുടെ ഇതാണെങ്കിൽ ഇപ്പോഴങ്ങനെ അല്ലത്. നമ്മളുടെ കോവിഡ് നമ്മുടെ സാമ്പത്തിക രംഗത്തെ പാടെ ഉലച്ചിരുന്നെങ്കിൽ പോലും ഇതങ്ങനെ അല്ലത്. പെട്ടെന്ന് തന്നെ എന്താണ് സഡൻ ബ്രേക്ക് ഇട്ടത് കണക്ക് പലതും നിൽക്കേണ്ടതായി വരുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞ് വരുമായിരിക്കാം. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമേ ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളൂ.